വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു. ഡിസോക്കോ ഫർണിച്ചർ, വണ്ടൂർ, വെള്ളാമ്പുറം. ചാലിയാർ പഞ്ചായത്തിൽ UDF സ്ഥാനാർത്ഥികളെ 2 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിക്കും. നിലമ്പൂർ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് UDF നേതാക്കൾ ഇക്കാര്യം അറിയിച്ചത്. മുന്നണി ധാരണ പ്രകാരം കോൺഗ്രസ് 12 വാർഡുകളിലും മുസ്ലിം ലീഗ് 4 വാർഡുകളിലും മത്സരിക്കും. ആനപ്പാറ, അകമ്പാടം, കളക്കുന്ന്, എരഞ്ഞിമങ്ങാട് വാർഡുകളിലായിരിക്കും മുസ്ലിം ലീഗ് മത്സരിക്കുക. വാളംതോട്, ഇടിവണ്ണ, പാറേക്കാട്, നമ്പൂരിപ്പൊട്ടി, മുട്ടിയേൽ, പെരുമ്പത്തൂർ, മൈലാടി, മണ്ണുപ്പാടം, മൊടവണ്ണ, കോരങ്കോട്, ആറങ്കോട്, പെരുവമ്പാടം വാർഡുകളിൽ കോൺഗ്രസ് മത്സരിക്കും. ഇടിവണ്ണ ബ്ലോക്ക് ഡിവിഷനുകളിൽ മുസ്ലിം ലീഗും എരഞ്ഞിമങ്ങാട് ഡിവിഷനിൽ കോൺഗ്രസും മത്സരിക്കും. UDFൽ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടെന്ന ചില മാധ്യമ വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും മുന്നണി ഒറ്റക്കെട്ടാണെന്നും ഇക്കുറി പഞ്ചായത്തിൽ UDFന് ചരിത്ര വിജയമുണ്ടാകുമെന്നും നേതാക്കൾ പറഞ്ഞു. UDF ധാരണ പ്രകാരം കോൺഗ്രസിന് പ്രസിഡന്റ് സ്ഥാനവും മുസ്ലിം ലീഗിന് വൈസ് പ്രസിഡന്റ് സ്ഥാനവും എന്ന കാര്യത്തിലും ധാരണയുണ്ട്. ടൂറിസം മേഖല ഉൾപ്പെടെ പഞ്ചായത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ച പ്രകടന പത്രികയുമായിട്ടായിരിക്കും ജനങ്ങളെ സമീപിക്കുക. 12ഓളം വാർഡുകളിൽ സ്ഥാനാർത്ഥികളായി. മറ്റു വാർഡുകളിലും 2 ദിവസത്തിനുള്ളിൽ തീരുമാനമാകും. വ്യാഴാഴ്ചയോടെ പ്രഖ്യാപനമുണ്ടാകും. ചാലിയാർ പഞ്ചായത്തിൽ LDF ആശങ്കയിലാണ്. സ്വന്തമായി മത്സരിക്കാൻ ആളുകളില്ലാത്തതിനാൽ UDFൽ അസംതൃപ്തരുണ്ടോ എന്ന് അന്വേഷിച്ച് ചാക്കുമായി നടക്കുകയാണ്. UDF മുന്നണിയായി മത്സരിക്കുമ്പോൾ ചാലിയാറിൽ CPM വല്യേട്ടൻ മനോഭാവത്തിലാണ്. ഘടകകക്ഷികൾക്കൊന്നും സീറ്റില്ല. ചാലിയാർ CPMലെ ഗ്രൂപ്പ് വഴക്കിന് തടയിടാനാണ് UDFൽ അസംതൃപ്തരുണ്ടോ എന്ന് നോക്കുന്നത്. ചാലിയാറിൽ രാഷ്ട്രീയമായി CPM വലിയ ഗതികേടിലാണെന്നും ഇവർ പറഞ്ഞു. ഇപ്പോൾ 14 വാർഡുണ്ടായിരുന്ന പഞ്ചായത്ത് ഡിവിഷന്റെ ഭാഗമായി 16 വാർഡുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിൽ 1 വാളന്തോട്, 2 പെരുവണ്ണ, 3 പാറേക്കാട്, 4 മുട്ടിയേൽ, 5 പെരുമ്പത്തൂർ, 6 നമ്പൂരിപ്പട്ടി, 8 കോരങ്കോട്, 10 മൈലാടി, 11 മണ്ണപ്പാടം, 12 മൊടവണ്ണ, 15 ആറങ്കോട്, 16 പെരുവമ്പാടം. ഇങ്ങനെ 12 സീറ്റുകളിൽ കോൺഗ്രസും, 7 ആനപ്പാറ, 9 എരഞ്ഞിമങ്ങാട്, 13 കളക്കുന്ന്, 14 അകമ്പാടം എന്നീ 4 സീറ്റുകൾ മുസ്ലിം ലീഗും മത്സരിക്കാനാണ് തീരുമാനം. അതുപോലെ തന്നെ നിലവിലുണ്ടായിരുന്ന 2 ബ്ലോക്ക് സീറ്റുകൾ, അതിൽ എരഞ്ഞിമങ്ങാട് ഡിവിഷൻ പൂർണ്ണമായും ചാലിയാർ പഞ്ചായത്തിലും, എരിവെള്ള ഡിവിഷൻ കഴിഞ്ഞ പ്രാവശ്യം 2 വാർഡുകൾ ചുണ്ടത്ര വാർഡിൽ പഞ്ചായത്തിലുണ്ടായി. ഇപ്രാവശ്യം പൂർണ്ണമായും 2 ഡിവിഷനുകളും ചാലിയാർ പഞ്ചായത്തിൻ്റെ വാർഡ് തന്നെയാണ്. ആ 2 വാർഡുകൾ ഡിവിഷനുകൾ കഴിഞ്ഞ കാലങ്ങളിലുള്ള പോലെ എരിമങ്ങാട് കോൺഗ്രസും എരിവെള്ളം ഡിവിഷനിൽ മുസ്ലിം ലീഗ് പ്രതിനിധിയുമാണ് മത്സരിക്കാൻ തീരുമാനിച്ചത്. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പുകൾ ഇതിനു മുമ്പൊക്കെ കുറെ നടന്നിട്ടുണ്ട്. ചാലിയാറിൽ UDF മത്സരിച്ചിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ DCC ജനറൽ സെക്രട്ടറി MK ഹാരിസ് ബാബു, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് തോണിയിൽ സുരേഷ്, മുസ്ലിം ലീഗ് ഭാരവാഹികളായ ഷൌക്കത്ത് മുട്ടിയേൽ, തോണിക്കടവൻ ഷൌക്കത്ത്, ഹസൻ ചെറുശോല, സൽമാൻ കൊടിക്കാരൻ എന്നിവർ പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.